കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് പത്തനംതിട്ട ഉള്ളന്നൂർ സർക്കാർ LP സ്കൂൾ കെട്ടിടം. 80 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന് താങ്ങ് നൽകിയിരുന്ന തൂണുകളും ഇപ്പോൾ വിണ്ടുകീറി തുടങ്ങി. നിർമ്മിച്ചതാണ് ഗവൺമെന്റ് DVNSS LP സ്കൂൾ. 60 കുട്ടികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. കെട്ടിടത്തിന്റെ പുറകിലേക്ക് ചെന്നാൽ അവസ്ഥ വ്യക്തമാകും. കാലപ്പഴക്കത്തിൽ ബലക്ഷയം വന്ന ഭിത്തി. കുറച്ചുകാലം മുൻപ് ഭിത്തിക്ക് താങ്ങ് നൽകാൻ തൂണുകൾ നിർമ്മിച്ചു. ഇന്ന് അതും വിണ്ടുകീറി തുടങ്ങി. കാലപ്പഴക്കത്തിൽ ബലക്ഷയം വന്ന ഈ കെട്ടിടത്തിനും പക്ഷേ കുളനട പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിട്ടുണ്ട്. പിന്നെ മഴക്കാലമൊക്കെ ആയി കഴിയുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, ചോർച്ച ഉണ്ടാകുന്നു. ഓടൊക്കെ മാറ്റി ഇട്ടണൊക്കെ പോലും ശാശ്വതമായ പരിഹാരം പുതിയൊരു സ്കൂൾ ബിൽഡിംഗ് തന്നെയാണ്. അതിന് എസ്റ്റിമേറ്റും ഒക്കെ പോയിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇടപെട്ട് ആ കെട്ടിടം പണി പൂർത്തിയാക്കിയാൽ കുട്ടികളുടെ ബാക്കി സൗകര്യങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ നന്നായ രീതിയിലുണ്ട്. പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യത്തിൽ സ്ഥലം MLA കൂടിയായ മന്ത്രി വീണ ജോർജിന് 2022 നാട്ടുകാർ നിവേദനം നൽകിയതാണ്. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിക്കും നൽകി. പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉടൻ വേണമെന്നാണ് അധ്യാപകരും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നത്. മീഡിയ 1 പത്തനംതിട്ട.